Our two nations, one defined by the deep friendship between Prime Minister Netanyahu and Prime Minister Modi. ഇത് ചരിത്രമല്ല, ചരിത്രത്തിന്റെ തിരുത്തിയെഴുത്താണ്. ലോകത്തിന്റെ നയതന്ത്ര ഭൂപടത്തിൽ ഭാരതത്തിന്റെ കരുത്ത് വിളിച്ചോതിയ ഈ 2 ദിനങ്ങൾ. ഇസ്രായേൽ എന്ന കരുത്തുറ്റ രാജ്യം ഒരു ലോക നേതാവിന് മുന്നിൽ പ്രോട്ടോകോളുകൾ മാറ്റിവെച്ച് ചുവപ്പ് പരവതാനി വിരിച്ചത് വെറുതെയല്ല. ടെലവീവിലെ ബെൻഗുറിയോൺ വിമാനത്താവളം സാക്ഷ്യം വഹിച്ചത് അത്യപൂർവമായ കാഴ്ചയ്ക്കാണ്. ഒരു വിദേശ നേതാവിനെ സ്വീകരിക്കാൻ പ്രധാനമന്ത്രി നേരിട്ടെത്തുന്ന പതിവില്ലാത്ത ഇസ്രായേലിൽ ബെഞ്ചമിൻ നെതന്യാഹുവും ഭാര്യ സാറയും റൺവേയിൽ കാത്തുനിന്നു. വിമാനമിറങ്ങിയ മോദിയെ നോക്കി നെതന്യാഹു പറഞ്ഞു, ആപ്കാ സ്വാഗത് ഹേ മേരാ ദോസ്ത്. ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഈ വാക്കുകളിലുണ്ടായിരുന്നു ആ സൗഹൃദത്തിന്റെ ആഴം. സ്വീകരണത്തിനിടയിൽ ലോകം ശ്രദ്ധിച്ച മറ്റൊരു രസകരമായ കാര്യമുണ്ട്. പ്രധാനമന്ത്രി മോദിയുടെ ജാക്കറ്റിലെ തൂവാലയുടെ അതേ നിറമായിരുന്നു സാറ നെതന്യാഹുവിന്റെ വസ്ത്രത്തിലും. നോക്കൂ മോദി, നിങ്ങളുടെ തൂവാലയും എന്റെ ഭാര്യയുടെ വസ്ത്രവും ഒരേ നിറമാണ് എന്ന് നെതന്യാഹു തമാശ രൂപേണ പറഞ്ഞപ്പോൾ മോദി നൽകിയ മറുപടി അഭിമാനകരമായിരുന്നു. ഇത് ഭാരതത്തിന്റെ ആത്മമായ കാവ്യാണ്. ഈ പറഞ്ഞതും ഈ നിറവും ചിലർക്ക് അസ്വസ്ഥതയുണ്ടാക്കാമെങ്കിലും ഇസ്രായേലിന്റെ മണ്ണിൽ പോലും കാവി ഇന്ന് ആദരവിന്റെ അടയാളമായി മാറിയിരിക്കുന്നു എന്നത് ശ്രദ്ധേയമാണ്. കൂടാതെ ഇസ്രായേൽ പാർലമെന്റായ നെസറ്റിൽ മോദി പ്രവേശിച്ചപ്പോൾ അവിടെ മുഴങ്ങിയത് ഇന്ത്യയിലെ BJP പരിപാടിയെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിലുള്ള മോദി മോദി വിളികളായിരുന്നു. ഇസ്രായേൽ പാർലമെന്റിനെ അഭിസംബോധന ചെയ്യുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന പദവി അദ്ദേഹവും സ്വന്തമാക്കി. അവിടെ വെച്ച് സ്പീക്കർ ഓഫ് ദി നെസറ്റ് മെഡൽ നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചു. പാർലമെന്റിലെ പ്രസംഗത്തിലുടനീളം മോദി എന്ന സഹോദരനെ കുറിച്ച് നെതന്യാഹു വാചാലനായി.